നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2025 ജനുവരി 11 മുതൽ 15 വരെ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പും ശേഷവും പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ ശത്രു സ്വത്തായി പരിഗണിച്ച് ഏറ്റെടുക്കുന്നതും അതിർത്തി നിർണ്ണയിക്കുന്നതും ഏത് ആക്ട് പ്രകാരമാണ്? 1986 യെമിനി പ്രോപ്പർട്ടി ആക്ട്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 63 പേരുടെ പേരിൽ 40.59 ഏക്കർ ശത്രുസ്വത്ത് കേരളത്തിനുണ്ട്. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദന സൂചികയിൽ നവംബറിലുണ്ടായ മാറ്റം എന്താണ്? വ്യാവസായിക ഉൽപ്പാദന സൂചിക 5.2% ഉയർന്നു. 2025 ജനുവരിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ മൂല്യത്താഴ്ച എത്രയാണ്? $1 85.97 രൂപ. അടുത്ത 5 വർഷത്തിനിടെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിനായി കേരള വനം വകുപ്പ് രൂപം നൽകിയിരിക്കുന്ന പദ്ധതി ഏതാണ്? പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതി. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ 10,000 കോടി നേടി പുതിയ റെക്കോർഡ് കരസ്ഥമാക്കിയ ബോളിവുഡ് താരം ആരാണ്? ദീപിക പദുക്കോൺ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? പി ജയചന്ദ്രൻ. 2 വർഷത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ലെബനന്റെ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ജനറൽ ജോസഫ് ഔൺ. കലോത്സവം ജില്ല വരെ മതിയെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റി. 2025 ഏറ്റവും വിശുദ്ധമായ മഹാകുംഭമേള എവിടെയാണ് നടക്കുന്നത്? പ്രയാഗ്രാജ്, ഉത്തർപ്രദേശ്. 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്ക്? PN ഗോപികൃഷ്ണൻ. നാഷണൽ ഗെയിംസിന്റെ മാസ്കോട്ട് ഏതാണ്? മൗലി എന്നു പേരുള്ള മൊണാൽ, മയിൽ. മൊണാൽ ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന ഒരു പക്ഷി വിഭാഗം. 2024 ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിനാണ്? സിംഗപ്പൂർ. 195 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. 2ാം സ്ഥാനത്തുള്ള ജപ്പാന് 193 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം. ഇന്ത്യ 85ാം സ്ഥാനത്താണ്, 57 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം. കെ രാധാകൃഷ്ണൻ MPയുടെ പുതിയ പുസ്തകത്തിന്റെ പേരെന്ത്? ഉയരാം ഒത്തുചേർന്ന്. പുസ്തകം പ്രകാശനം ചെയ്തത് AN ഷംസീർ, സ്പീക്കർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിനാണ് ആദ്യ പ്രതി നൽകിയത്. 2024 ചൂടേറിയ ദിവസം ഏതാണ്? ജൂലൈ 10. 2024 ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി രേഖപ്പെടുത്തി. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ഡീപ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയത് ആര്? മക്ഫി. 2025 രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദി എവിടെയാണ്? ഇന്ത്യ. ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 2025 ജനുവരി 9 ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേറ്റ് റെയിൽ പാലം ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിലാണ്? റിയാസി. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദപരമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി ഏത്? സമുന്നയ. ഇന്ത്യൻ നാഷണൽ ഖോ-ഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഒഡീഷ. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരിയുടെയും മകനായി 1863 ജനുവരി 12 കൊൽക്കത്തയിലെ ഉത്തരഭാഗത്തെ സിംല എന്ന പട്ടണത്തിലാണ് സ്വാമി വിവേകാനന്ദൻ എന്ന നരേന്ദ്രനാഥ് ദത്ത ജനിച്ചത്. കേരളത്തിലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന ത്രിദിന വിഷ്വൽ മീഡിയ പരിശീലനം ഏതാണ്? കിനാവ്.
കാട്ടുതീയുടെ വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യുഎസിലെ സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. ഈ മേഖലയിലെ വായു നിലവാരം മോശമായ സാഹചര്യത്തിലാണ് തീരുമാനം. ലണ്ടൻ ആസ്ഥാനമായുള്ള ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി 2025 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് ആഗോളതലത്തിൽ 195 ഇടങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം. രണ്ടാം സ്ഥാനം ജപ്പാൻ, 193 ഇടങ്ങളിൽ വിസരഹിത പ്രവേശനം. ഇന്ത്യ 85-ാം സ്ഥാനം, 57 ഇടങ്ങളിൽ വിസരഹിത പ്രവേശനം. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFIയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? അഞ്ജു ബോബി ജോർജ്. 2 തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ നീരജ് ചോപ്രയും മലയാളി ഒളിമ്പ്യൻ MD വത്സലയും അടങ്ങുന്ന 9 അംഗ സമിതിയുടെ അധ്യക്ഷയായാണ് അഞ്ജുവിൻ്റെ നിയമനം. ആശാൻ അക്കാദമിയുടെ കുമാരനാശാൻ പുരസ്കാരത്തിന് 2025 ജനുവരിയിൽ അർഹനായത് ആരാണ്? പ്രൊഫസർ M ചന്ദ്രബാബു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം, ദർശനം, സാഹിത്യം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തെ ആധാരമാക്കിയാണ് പുരസ്കാരം. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. 2025 ജനുവരിയിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് NQAS അംഗീകാരം നേടിയ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? അലയമൺ കുടുംബാരോഗ്യ കേന്ദ്രം കൊല്ലം, കോരണങ്കോട് ജനകീയ ആരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം, കട്ടിംഗ് പ്ലാന്റേഷൻ ജനകീയ ആരോഗ്യ കേന്ദ്രം എറണാകുളം, വടക്കനാട് ജനകീയ ആരോഗ്യ കേന്ദ്രം വയനാട്. വിദേശത്തു നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്റ്റഡി ഇൻ കേരള പദ്ധതി. പദ്ധതി ശക്തിപ്പെടുത്തുന്നതിനായി 2025 ജനുവരി 14 കൊച്ചിയിൽ വച്ച് ദ്വിദിന ഉച്ചകോടി സംഘടിപ്പിക്കുന്നു. സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ രചിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇല്ലം എന്ന മലയാള നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മിഥുൻ മുരളി. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ മാതൃകയിലുള്ള ഗ്രീൻ ഗെയിംസ് നടത്തിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസ് 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിൽ നടക്കും. ഈ ഗെയിംസിനെ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ഗെയിംസ് ആക്കി മാറ്റാൻ ഉത്തരാഖണ്ഡ് സർക്കാർ പദ്ധതിയിടുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രകൃതി സൗന്ദര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്. കേരളം 29 ഇനങ്ങളിൽ 600ഓളം കായിക താരങ്ങളുമായി മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. 2025 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഏത്? ലോകബാങ്ക്. 1978 മുതൽ പ്രസിദ്ധീകരിക്കുന്ന വാർഷിക റിപ്പോർട്ട് ആണിത്. വികസന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശകലന റിപ്പോർട്ട്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. 2025 ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. 2001 ആരംഭിച്ച ഈ ഉത്സവം നവംബർ മുതൽ എത്തുന്ന ഫ്ലെമിംഗോകൾക്കും മറ്റ് ദേശാടനം ചെയ്യുന്ന പക്ഷികൾക്കും ആധാരമായി നടത്തപ്പെടുന്നു. പുലിക്കട്ട് തടാകം ലോകത്തിലെ 2ാമത്തെ വലിയ ഫ്ലെമിംഗോ സങ്കേതം എന്ന നിലയിൽ പ്രശസ്തമാണ്. നാഷണൽ അഗ്രികൾച്ചറൽ കോഡ് NAC വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS. കാർഷിക മേഖലയിലെ ഏകീകൃത കോഡിംഗ് സംവിധാനം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര നിയന്ത്രണത്തിന് സഹായകം. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞൻ ആരാണ്? M ചന്ദ്രശേഖരൻ. മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ. പ്രമുഖ ഭരണഘടനാ നിയമ വിദഗ്ധൻ. പ്രഥമ ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഭാരത് കി ടീം. ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചത് ആരാണ്? വേൾഡ് ഇക്കണോമിക് ഫോറം WEF. തൊഴിൽ മേഖലയിലെ ഭാവി പ്രവണതകൾ വിശകലനം ചെയ്യുന്ന റിപ്പോർട്ട്. WEF ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗം ഏതാണ്? ജരാവ.
എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ (ACI) നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ ലെവൽ 5 ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്, മുംബൈ. 24H ദുബായ് 2025 എൻഡ്യൂറൻസ് റേസിൽ 3-ാം സ്ഥാനം നേടിയ ടീം ഏതാണ്? അജിത് കുമാറിൻ്റെ ടീം. തമിഴ് സൂപ്പർ സ്റ്റാർ ആണ്. 991 വിഭാഗത്തിലാണ് 3-ാം സ്ഥാനം നേടിയത്. 24H ദുബായ് 2025 എൻഡ്യൂറൻസ് റേസിൻ്റെ മറ്റൊരു പേര് 24H ദുബായ് 2025 കാറോട്ട മത്സരം. ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആര്? ജഗതി ശ്രീകുമാർ. 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്? 6.6%. കഴിഞ്ഞ വർഷം ജാവലിൻ ത്രോയിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് ആരെയാണ്? നീരജ് ചോപ്ര. 2025 ജനുവരിയിൽ അന്തരിച്ച മലയാളിയായ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലും ആരാണ്? എം ചന്ദ്രശേഖരൻ. അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം ഏതാണ്? നാനാഡി തരംഗിണി. നാഷണൽ കേഡറ്റ് കോർപ്സിൻ്റെ കേരള ലക്ഷദ്വീപ് മേഖലയിലെ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? മേജർ ജനറൽ രമേശ് ഷൺമുഖം. 2024 ഗ്ലോബൽ വാട്ടർ മോണിറ്റർ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വയനാട് മണ്ണിടിച്ചിലിന് പ്രധാന കാരണം എന്താണ്? ആഗോള ജലചക്രത്തിൻ്റെ തടസ്സം. 2024 ടോം ട്രാഫിക് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ 3-ാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ്? ബംഗളൂരു. 2025 ജനുവരി 10 നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ആരംഭിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. 2025 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് താരം ആരാണ്? മാർട്ടിൻ ഗപ്റ്റിൽ. 2025 ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ്? വരുൺ ആരോൺ. 2025 ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് എവിടെ? കൊച്ചി. 2025 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ മുഖ്യാതിഥി ആരായിരിക്കും? ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രോവോ സുബിയാനോ. 1950 ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകർണോ ആയിരുന്നു മുഖ്യാതിഥി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യൻ നേതാക്കൾ മുഖ്യാതിഥികളാകുന്നത് ഇത് 3-ാം തവണയാണ്. 2018 ആസിയാൻ രാജ്യങ്ങളിലെ നേതാക്കൾ അതിഥികളായി പങ്കെടുത്തു. അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ. 2024 ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി. പ്രഥമ ഖോ-ഖോ ലോകകപ്പ് എവിടെ നടക്കുന്നു? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. 24 രാജ്യങ്ങൾ പങ്കെടുക്കും. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരിക്കും. ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ബി. നിഖിൽ. ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? സോറൻ മിലനോവിച്ച്. അദ്ദേഹം 2020 മുതൽ ക്രൊയേഷ്യയുടെ പ്രസിഡന്റാണ്. സുഗത നവതി പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീമൻ നാരായണൻ. ഇദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോട് അനുബന്ധിച്ചാണ് പുരസ്കാരം. 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രോജക്റ്റ് വീർഗാഥ 4.0 ഏതൊക്കെ മന്ത്രാലയങ്ങളുടെ സംയുക്ത പദ്ധതിയാണ്? പ്രതിരോധ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം. 2025 ദേശീയ യുവജന ദിന സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹി. ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. 25ാമത് അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ (BCCIയുടെ പുതിയ സെക്രട്ടറി ആരാണ്? ദേവജിത് സൈക്കിയ. നിയമിതനായത് 2025 ജനുവരി 12. BCCI ഇന്ത്യയിലെ ക്രിക്കറ്റിൻ്റെ പരമോന്നത ഭരണ സംഘടനയാണ്. ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതും ക്രിക്കറ്റിൻ്റെ വികസനവും നിയന്ത്രണം നടത്തുന്നതും BCCI ആണ്. സൈക്കിയ മുൻ അസം ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയും അഭിഭാഷകനും ആയിരുന്നു.
മുൻ സെക്രട്ടറി ജയ് ഷാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് നിയമനം. BCCIയുടെ പ്രധാന ചുമതലകൾ ക്രിക്കറ്റിൻ്റെ ഗുണനിലവാരം ഉയർത്തുക, പോളിസികൾ രൂപപ്പെടുത്തുക, നിയമങ്ങൾ നിർദ്ദേശിക്കുക, ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കുക, സമ്പത്ത് കൈകാര്യം ചെയ്യുക, ക്രിക്കറ്റ് ബ്രാൻഡ് വികസിപ്പിക്കുക, പുതിയ പ്രതിഭകളെ കണ്ടെത്തുക. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി സാംസ്കാരിക മന്ത്രാലയം മഹാകുംഭമേളയിൽ ഏത് പേരിലാണ് ഒരു സാംസ്കാരിക ഇടം തുറന്നത്? കലാഗ്രാം. 2024 ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ഏതൊക്കെ രാജ്യങ്ങളാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, അർമേനിയ. അടുത്തിടെ ഇന്റർനാഷണൽ ഡെഡ് ലൈൻ കടന്ന ഇന്ത്യൻ നേവി കപ്പൽ ഏതാണ്? INSV തരണി. സീസണിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആയ ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിക്കുന്നത് എന്നാണ്? 2025 ജനുവരി 12. പുരുഷ വിഭാഗത്തിലെ ആദ്യ മത്സരത്തിൽ ഫ്രഞ്ച് താരം ഹ്യൂഗോ ഗാസ്റ്റൺ ഓസ്ട്രേലിയൻ താരം ഒമർ ജസീക്കയെ നേരിടും. വനിതാ വിഭാഗത്തിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനും ലോക 1-ാം നമ്പർ താരവുമായ ആര്യാന സബലങ്ക അമേരിക്കയുടെ സോളാനോ സ്റ്റീഫൻസിനെ നേരിടും. 2025 ജനുവരിയിൽ പ്രകാശനം ചെയ്ത ചലച്ചിത്ര നടൻ കൊല്ലം തുളസിയുടെ ആത്മകഥ ഏതാണ്? ആത്മായനം. കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വംശജനായ പാർലമെന്റ് അംഗം ആരാണ്? ചന്ദ്ര ആര്യ. സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസിന്റെ പുതിയ തീരുമാനങ്ങൾ. അധിക്ഷേപകരമായ വീഡിയോകളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്നതും അവയ്ക്ക് ലൈംഗിക ചുവയുള്ളതും അവമതിപ്പുണ്ടാക്കുന്നതുമായ കമന്റ് ഇടുന്നതും കണ്ടെത്തി പരാതിയില്ലാതെ കേസെടുക്കും. മറ്റാരുടെയെങ്കിലും കുറിപ്പിനോ ചിത്രത്തിനോ കമന്റ് ചെയ്യുന്നതും ഈ വകുപ്പിൽ പെടും. വാഹന അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കേരള ഗതാഗത വകുപ്പ് പുതുതായി കൊണ്ടുവരുന്ന നിയമം ഏതാണ്? റോഡ് യൂസേഴ്സ് ആക്ട്. റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ കൂടി പ്രതിയാക്കുന്ന വിധത്തിലാകും പുതിയ നിയമം. ഡിവൈഡറുകൾ ഉള്ള 4 വരി പാതകൾ, ഫുട്പാത്തുള്ള റോഡുകൾ എന്നിവിടങ്ങളിലായിരിക്കും നിയമം ബാധകമാവുക. 47-ാം US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വ്യക്തിയാര്? ഡോക്ടർ S ജയശങ്കർ, വിദേശകാര്യ മന്ത്രി. പങ്കെടുക്കാത്ത പ്രമുഖർ: ഷീ ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ്, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ്. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലായി 2025 ജനുവരിയിൽ നിയമിതനായത് ആര്? മേജർ ജനറൽ രമേശ് ഷൺമുഖം. ശൈശവ വിവാഹം തടയുന്നതിനായി കേരള വനിതാ ശിശുവികസന വകുപ്പ് പൊതു പങ്കാളിത്തത്തോടെ 2021 ആരംഭിച്ച പദ്ധതിയേത്? പൊൻവാക്ക്. വിവരം നൽകുന്നവർക്ക് പാരിതോഷികമായി 2500 രൂപ നൽകുന്നതാണ് പദ്ധതി. 2021 മുതൽ 2024 വരെ ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ 29 ശൈശവ വിവാഹം തടഞ്ഞു. അതിർത്തിയിലെ തന്ത്രപ്രധാന പദ്ധതി ജമ്മു കാശ്മീർ സോനാമാർഗിലെ ഇസഡ് മോർഫ് ടണൽ രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി. ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത തീയതി 2025 ജനുവരി 13. ഇസഡ് മോർഫ് ടണലിൻ്റെ മറ്റൊരു പേര് സോനാമാർഗ് ടണൽ. സ്ഥിതി ചെയ്യുന്നത് ഗന്ധർബാൽ, ജമ്മു കാശ്മീർ. ശ്രീനഗറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ടണൽ 2015 നിർമ്മാണം ആരംഭിച്ചതാണ്. ചെലവ് 2700 കോടി രൂപ. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി മുകളിൽ ഹിമാലയൻ മലനിരയിലാണ് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഈ ടണൽ. ടൂറിസ്റ്റുകൾക്കും സേനയ്ക്കും മണ്ണിടിച്ചിലിനും ഹിമപാതത്തിനും സാധ്യതയുള്ള വഴികൾ ഒഴിവാക്കാം എന്നതാണ് ടണലിൻ്റെ സവിശേഷത. 2028 സോജിലെ ടണൽ കൂടി തുറക്കുന്നതോടെ നാഷണൽ ഹൈവേ 1 NH1-ൽ ശ്രീനഗർ ലഡാക്ക് കണക്ടിവിറ്റി പൂർണ്ണമാക്കും. ഈ തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏത്? ഇന്തോനേഷ്യ. ചൊവ്വയുടെ വിപുലമായ പര്യവേഷണത്തിന് വേണ്ടി ഇൻജെന്യൂയിറ്റി ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനം ഏതാണ്? മാർസ് ചോപ്പർ.
മാർസ് 2020 ദൗത്യത്തിൻ്റെ ഭാഗമായി 2021 മുതൽ 2024 വരെ ചൊവ്വയിൽ പ്രവർത്തിച്ചിരുന്ന നാസ ഹെലികോപ്റ്റർ ആണ് ഇൻജെന്യൂയിറ്റി. തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 16ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാർ. കവിത നാടകങ്ങളുടെ ഉപമ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ഏതാണ്? ഡീപ് ഫേക്ക് ഡിറ്റക്ടർ. പൊതുമേഖലാ ബാങ്കുകൾ PSB ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുവകകളുടെയും ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFIയുടെ പ്രസിഡന്റായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ബഹദൂർ സിംഗ് സാഹു. DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച ടാങ്ക് വേധ മിസൈലിൻ്റെ പേരെന്ത്? ടാങ്ക് വേധാനാഥ് MK2. 4 മുതൽ 7 കിലോമീറ്റർ പരിധിയിലുള്ള ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ളത്. സ്വദേശി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചത്. 2025 ജനുവരിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 150. നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നടപ്പിലാക്കിയ സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നൂതന നടപടി. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നിഷേധിക്കുന്ന നയം. ഇന്ത്യൻ നാവികസേനയുടെ 2ാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേരെന്ത്? INS ഉൽക്കർഷ്. ജെഫ് ബോസോണിൻ്റെ ബ്ലൂ ഒറിജിൻ കമ്പനി വിക്ഷേപണത്തിന് ഒരുക്കുന്ന റോക്കറ്റിൻ്റെ പേരെന്ത്? ന്യൂ ഗ്ലെൻ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം നേടിയ ട്രിനിഡാഡ് ആൻഡ് ടോബാഗോ പ്രസിഡന്റ് ആരാണ്? ക്രിസ്റ്റീൻ കർലകം ഗലു. ട്രിനിഡാഡ് ആൻഡ് ടോബാഗോ പ്രസിഡന്റ്. പ്രവാസി ഭാരതീയ സമ്മാൻ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് പ്രവാസി ഇന്ത്യക്കാർക്ക് നൽകുന്നത്. ജനുവരി 8 മുതൽ 10 വരെ ഭുവനേശ്വറിൽ നടന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവാർഡ് സമ്മാനിച്ചു. പ്രസിഡന്റ് കംഗലുവിന് പൊതുപ്രവർത്തന രംഗത്തുള്ള സംഭാവനകൾക്കാണ് ബഹുമതി ലഭിച്ചത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം UAEയിലെ ബിസിനസ്സുകാരനും കൊല്ലം സ്വദേശിയുമായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ നേടി. ദുബായ് ആസ്ഥാനമായ ട്രാൻസ്വേർഡ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ അദ്ദേഹത്തിന് ഷിപ്പിംഗ് മേഖലയിലെ ശ്രദ്ധേയമായ സംഭാവനകൾക്കാണ് ഈ ബഹുമതി ലഭിച്ചത്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആര്? അഞ്ജു ബോബി ജോർജ്. 9 അംഗ സമിതിയുടെ തലവനായി നിയമിതയായി. MD വത്സമ്മ, നീരജ് ചോപ്ര എന്നിവർ സമിതി അംഗങ്ങളാണ്. 2025 ജനുവരിയിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് ആര്? തുഹിൻ കാന്ത പാണ്ഡെ. 2025 ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതെല്ലാം? കോഴിക്കോട് കാപ്പാട് ബീച്ച്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച്. മഹാകുംഭമേളയുടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച FM റേഡിയോ ചാനലിൻ്റെ പേരെന്ത്? കുംഭവാണി 103.5 MHz. മഹാകുംഭ് 2025 ഈ FM ചാനൽ ഉദ്ഘാടനം ചെയ്തത് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 2025 ജനുവരിയിൽ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി IGയായി നിയമിതനായത് ആര്? സഞ്ജയ് കുമാർ. ഇന്ത്യ 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച നാഗ് MK2 ഏതുതരം മിസൈൽ ആണ്? ടാങ്ക് വിരുദ്ധ ഫയർ ആൻഡ് ഫോർഗറ്റ് ഗൈഡഡ് മിസൈൽ. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ടാങ്ക് വേധ ഗൈഡഡ് മിസൈൽ ആണിത്. പൊക്രാൻ ഫീൽഡ് റേഞ്ചിൽ കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു പരീക്ഷണം. 47 കിലോമീറ്റർ ദൂരെയുള്ള ശത്രു ടാങ്കുകളെയും മറ്റു കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് നാഗ് മിസൈൽ. ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്ഗിരി മേഖലയിലെ ഹട്ടി ഗോത്രങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ പേര് എന്താണ്? ബോഡ ത്യോഹാർ ഉത്സവം. 2025 ജനുവരിയിൽ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചത് ആര്? PV അൻവർ.
2024 ഡിസംബർ മാസത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് എവിടെയാണ്? കണ്ണൂർ വിമാനത്താവളം 37.4 ഡിഗ്രി സെൽഷ്യസ്. തിരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കിടയിൽ വെനസ്വേലയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നിക്കോളാസ് മഡുറോ. കുടുംബശ്രീയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി 2025 ജനുവരിയിൽ നിയമിതനായത് ആര്? ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ. കേരള വനിതാ കമ്മീഷൻ, വനം വകുപ്പ്, നോർക്ക റൂട്ട്സ് എന്നിവിടങ്ങളിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിമാനയാത്രക്കാർക്ക് കയ്യിൽ കരുതാവുന്ന ഹാൻഡ് ബാഗേജ് ഭാരപരിധി 7 നിന്നും 10 കിലോ ആക്കി ഉയർത്തിയ വിമാനക്കമ്പനി ഏതാണ്? എയർ അറേബ്യ. 2025 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രാജ്യത്തെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ദ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം വിത്ത് ഡിസ്റ്റിങ്ഷൻ നൽകി ആദരിച്ചത് ഏത് രാജ്യമാണ്? US. 2025 ജനുവരിയിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ഏത് രാജ്യമാണ്? ബാഴ്സലോണ. ഫൈനലിൻ്റെ വേദി ജിദ്ദ, സൗദി അറേബ്യ. ഫൈനലിൽ 5 ഗോളുകൾക്ക് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി. 2025 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമനം ലഭിച്ച മലയാളി ആര്? ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. ജനുവരി 15 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ഇന്ത്യൻ കരസേനാ ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കരസേനാ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ KM കരിയപ്പയുടെ വിരമിക്കൽ ദിനത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1949 ജനുവരി 15 അദ്ദേഹം കരസേനാ മേധാവിയായി സ്ഥാനം ഏറ്റെടുത്തത്. സർവേ ഭദ്രാണി പശ്യന്തു എന്നതാണ് കരസേനയുടെ ആപ്തവാക്യം. പുതുതായി രൂപീകരിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, തെലങ്കാന. ആദ്യ ചെയർപേഴ്സൺ പല്ലെ ഗംഗാ റെഡ്ഡി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞൾ ഉൽപ്പാദകനും ഉപഭോക്താവും കയറ്റുമതിക്കാരനുമാണ് ഇന്ത്യ. ബ്രിക്സ് ഗ്രൂപ്പിൽ പുതുതായി ചേർന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 4ാമത്തെ രാജ്യം. ഇതോടെ ബ്രിക്സ് അംഗങ്ങളുടെ എണ്ണം 10 നിലവിലെ അംഗങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇത് പഞ്ചാബിൻ്റെ വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്നു. മകരസംക്രാന്തിയുടെ തലേദിവസമാണ് ആഘോഷിക്കുന്നത്. സിഖ് സമുദായത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണിത്. ഫോഗാലി ബിഹു അല്ലെങ്കിൽ മാഘ് ബിഹു ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസം. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത തെങ്ങിനം ഏതാണ്? ബേഡകം. കുള്ളൻ തെങ്ങിനമാണിത്. രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. കുറഞ്ഞ സമയത്തിൽ കായ്ക്കും. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2016. എത്രാമത് ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? 16ാം ധനകാര്യ കമ്മീഷൻ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ മുൻ DGP ആര്? അബ്ദുൾ സത്താർ കുഞ്ഞ്. വൻ ഭൂരിപക്ഷത്തോടെ ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സോറൻ മിലനോവിച്ച്. ഈ വർഷം നടന്ന ദേശീയ സീനിയർ പുരുഷ വോളിബോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏത്? കേരളം. യൂറോപ്യൻ കമ്മീഷൻ ധനസഹായം നൽകുന്ന ഏറ്റവും പഴയ ഐസ് പ്രോജക്റ്റ് ഏതാണ്? ബിയോണ്ട് എപ്പിക്ക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ നവാഫ് സലാമിനെ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് നാമനിർദ്ദേശം ചെയ്തത്? ലബനൻ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്യോപ്യൻ മരുഭൂമിയിലെ വലിയ ഗർത്തം ഏതാണ്? ദ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം. ട്രാൻസ്ജെൻഡർമാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഉറപ്പാക്കണം എന്ന് 2025 ജനുവരിയിൽ നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. പുതിയ കണക്ക് പ്രകാരം കേരളത്തിലെ ജനനനിരക്കിൽ 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഉണ്ടായ വ്യത്യാസം എന്താണ്? 35% കുറവ്. 2014 ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 5.34 ലക്ഷം. 2024 ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 3.45 ലക്ഷം.
കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവം സംഘടിപ്പിക്കുന്നത് എന്നാണ്? 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെ. അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇന്ത്യക്ക് പുറമെ റഷ്യ, ഹംഗറി, ഈജിപ്ത്, ഇറാഖ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നായി 15 നാടകങ്ങൾ അരങ്ങേറും. 1875 സ്ഥാപിച്ച ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMDയുടെ 150ാമത് സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട പദ്ധതി ഏത്? മിഷൻ മൗസ്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് അടിയന്തര വിവരങ്ങൾ അടക്കം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിയമം നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. കേരളത്തിൽ അനാചാരങ്ങൾക്കെതിരെ 2019 ബിൽ തയ്യാറാക്കിയെങ്കിലും ഇതുവരെ നിയമമായിട്ടില്ല. ലോസ് ഏഞ്ചൽസിൽ ദിവസങ്ങളായി തുടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ഉപയോഗിച്ച മിശ്രിതം ഏത്? ഫോസ്ജെക് മിശ്രിതം. വെള്ളം, അമോണിയം നൈട്രേറ്റ്, അമോണിയം പോളിഫോസ്ഫേറ്റ്, ഡൈ അമോണിയം സൾഫേറ്റ്, ഗുവാർഗം, അറ്റാപൾസിസ് ക്ലേ എന്നിവ ചേരുന്നതാണ് ഫോസ്ജെക് മിശ്രിതം. 2025 ജനുവരിയിൽ കേരള കലാമണ്ഡലം സർവകലാശാലയുടെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തികൾ ആരെല്ലാം? സദനം വാസുദേവൻ ചെണ്ട, കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ്. കലാമണ്ഡലം KG വാസുദേവൻ കഥകളി, തകഴി കുഞ്ചുകുറുപ്പ് ഫെലോഷിപ്പ്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മധുറോയുടെ അറസ്റ്റിന് സഹായിക്കുന്നവർക്ക് $25 മില്യൺ പ്രഖ്യാപിച്ച രാജ്യം ഏത്? അമേരിക്ക. അമേരിക്കയിലേക്ക് കൊക്കൈൻ കടത്ത് വർദ്ധിപ്പിച്ച് രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യം നശിപ്പിക്കുന്നുവെന്നും മയക്കുമരുന്ന് അമേരിക്ക തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നുവെന്നുമാണ് ഇദ്ദേഹത്തിനെതിരായി അമേരിക്ക ഉയർത്തുന്ന പ്രധാന ആരോപണം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളിയാര്? സഞ്ജയൻ കുമാർ. ഡെമോക്രൈസിസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ജോസഫ് M. പുതുശ്ശേരി, മുൻ കേരള നിയമസഭാ അംഗം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.